മൈ ചാനൽ. ഇനി വരാൻ പോകുന്ന VFA പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ് നോക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ചോദ്യം, 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച സംവിധായകൻ. ഉത്തരം പോൾ തോമസ് ആൻഡേഴ്സൺ. 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച സംവിധായകൻ. ഉത്തരം പോൾ തോമസ് ആൻഡേഴ്സൺ. അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച നടൻ. ഉത്തരം മൈക്കിൾ ബി ജോർദാൻ. 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച നടൻ. ഉത്തരം മൈക്കിൾ ബി ജോർദാൻ. അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച നടി. ഉത്തരം ജെസി ബക്ലി. 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച നടി ജെസി ബക്ലി. ഒന്നും കൂടി പറയാം. 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച സംവിധായകൻ. ഉത്തരം പോൾ തോമസ് ആൻഡേഴ്സൺ. അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ അവാർഡ് മികച്ച നടൻ. ഉത്തരം മൈക്കിൾ ബി ജോർദാൻ. അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ അവാർഡ് 2026 മികച്ച നടി ജെസി ബക്ലി. അടുത്ത ചോദ്യം, 2026 98ാമത് ഓസ്കാർ മികച്ച ഛായാഗ്രഹൻ. ഉത്തരം ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോവ്. 2026 98ാമത് ഓസ്കാർ അവാർഡ് മികച്ച ഛായാഗ്രഹൻ. ഉത്തരം ഓട്ടം ഡ്യൂറൽഡ് ആർക്കപ്പോവ്. അടുത്ത ചോദ്യം, കേരളത്തിലെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഡോക്ടർ VP ജോയ്. കേരളത്തിലെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ. ഉത്തരം ഡോക്ടർ VP ജോയ്. അടുത്ത ചോദ്യം, കേന്ദ്ര ശമ്പള പരിഷ്കരണ കമ്മീഷൻ ആര്? ഉത്തരം രഞ്ജന പ്രകാശ് ദേശായി. കേന്ദ്ര ശമ്പള പരിഷ്കരണ കമ്മീഷൻ ആര്? ഉത്തരം രഞ്ജന പ്രകാശ് ദേശായി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം പുല്ലമ്പാറ. അടുത്ത ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ഉത്തരം സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ഉത്തരം സഫ്രീന ലത്തീഫ്. അടുത്ത ചോദ്യം, എക്സൈസ് വകുപ്പ് വ്യാജ കള്ളിനെതിരെ ആരംഭിച്ച കർമ്മ പദ്ധതി. ഉത്തരം ഓപ്പറേഷൻ ശുദ്ധി. എക്സൈസ് വകുപ്പ് വ്യാജ കള്ളിനെതിരെ ആരംഭിച്ച കർമ്മ പദ്ധതി. ഉത്തരം ഓപ്പറേഷൻ ശുദ്ധി. ഒന്നും കൂടി പറയാം. കേരളത്തിലെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഡോക്ടർ VP ജോയ്. അടുത്തത്, കേന്ദ്ര ശമ്പള പരിഷ്കരണ കമ്മീഷൻ ആര്? ഉത്തരം രഞ്ജന പ്രകാശ് ദേശായി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. ഉത്തരം പുല്ലമ്പാറ. അടുത്ത ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. ഉത്തരം സഫ്രീന ലത്തീഫ്. അടുത്ത ചോദ്യം, എക്സൈസ് വകുപ്പ് വ്യാജ കള്ളിനെതിരെ ആരംഭിച്ച കർമ്മ പദ്ധതി. ഉത്തരം ഓപ്പറേഷൻ ശുദ്ധി. അടുത്ത ചോദ്യം, ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതത്തിൽ ഇന്ത്യ നടപ്പിലാക്കിയ അടിയന്തര രക്ഷാപ്രവർത്തനം ഏത്? ഉത്തരം ഓപ്പറേഷൻ സാഗർ ബന്ധു. ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതത്തിൽ ഇന്ത്യ നടപ്പിലാക്കിയ അടിയന്തര രക്ഷാപ്രവർത്തനം. ഉത്തരം ഓപ്പറേഷൻ സാഗർ ബന്ധു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം തലശ്ശേരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏതൊക്കെ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തങ്ങൾക്ക് നൽകിയത്? ഉത്തരം വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ. കേരളത്തിലെ ഏതൊക്കെ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തങ്ങൾക്ക് നൽകിയത്? ഉത്തരം വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ. അടുത്ത ചോദ്യം, നോട്ടയ്ക്ക് പകരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയ ബട്ടൺ ഏത്? ഉത്തരം എൻഡ് ബട്ടൺ.
മുട്ടയ്ക്ക് പകരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയ ബട്ടൺ. ഉത്തരം എൻഡ് ബട്ടൺ. അടുത്ത ചോദ്യം, വന്യജീവി സംരക്ഷണത്തിൽ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി. മധുവനം. വന്യജീവി സംഘർഷത്തിൽ സംരക്ഷിക്കപ്പെട്ട തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനംവകുപ്പിന്റെ പദ്ധതിയാണ് മധുവനം. അടുത്ത ചോദ്യം, ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള സമുദ്ര വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, 2025 ആഗോള പട്ടിക സൂചികയിൽ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം. ഉത്തരം സൊമാലിയ. 2025 ആഗോള പട്ടിക സൂചികയിൽ സൂചികയിൽ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം. ഉത്തരം സൊമാലിയ. അടുത്ത ചോദ്യം, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം. ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം ബീഹാർ. അടുത്ത ചോദ്യം, ഖത്തർ ടീമിലെ ജേഴ്സിയിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ തിളങ്ങുന്ന മലയാളിയുടെ അഭിമാനം. ഉത്തരം തഹസിൻ മുഹമ്മദ് ജംഷീദ്. ഖത്തർ ടീമിന്റെ ജേഴ്സിയിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ തിളങ്ങുന്ന മലയാളികളുടെ അഭിമാനമായത് തഹസിൻ മുഹമ്മദ് ജംഷീദ്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രൺധീർ സിംഗ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രൺധീർ സിംഗ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ നിയമസഭാ സ്പീക്കർ. ഉത്തരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരളത്തിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.